ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ അനാമികയിൽ നല്ല സംശയമൊക്കെ തോന്നാണ്. മുത്തശ്ശി പറയുന്നുണ്ട് നവ്യ നയനയും പറഞ്ഞു അവളായിരിക്കും സ്വർണ്ണമൊക്കെ മോഷ്ടിക്കണേന്ന്. മുത്തശ്ശൻ പറയാണ് അങ്ങനെയൊക്കെ ചെയ്യുമോന്ന് ചോദിക്കുമ്പോൾ നയനും നവ്യയും പറയുന്നുണ്ട് അതേ മുത്തശ്ശ, ഞങ്ങൾ പറഞ്ഞ സത്യമാണ്. അവരുടെ മുറിയിൽ വെറും 40 പവന്റെ സ്വർണ്ണം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാക്കി 100 പവനുള്ള സ്വർണ്ണം എവിടെ പോയി എന്ന് ചോദിക്കാനോട്ടോ നവ്യ. മുത്തശ്ശി പറയാണ് അതെ, അന്നേ ദിവസം തലേദിവസം രാത്രിയില് ആ മോളുടെ അമ്മ അച്ഛനും മാത്രമേ വന്നിട്ടുള്ളൂ. അവരുടെ മുറിയിലേക്കും അവളുടെ അമ്മ മാത്രമേ കയറിയിട്ടുള്ളൂ. അനിയുടെ കാര്യം നമുക്ക് അറിയാലോ, ഇത്രയും വർഷം അടവൻ ചെയ്യാത്തൊരു തെറ്റ് ഇപ്പൊ ചെയ്യുവോ? അത് മാത്രമല്ല, അവൻ ആ സ്വർണം കിട്ടിയിട്ട് എന്തെടുക്കാനാ? അവനോടൊന്ന് ചോദിച്ചാല് അവൻ അതിൽ ഇരട്ടി കിട്ടില്ലേ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അവര് ഭയങ്കര കാശുകാരാണെന്നൊക്കെയല്ലേ പറഞ്ഞത്. ഈയിടയ്ക്ക് തന്നെ മോക്ക് പോയി 3-4 കോടി രൂപയുടെ സ്ഥലമൊക്കെ മേടിക്കുന്നുണ്ടല്ലോ, പുതിയ കാറും. പിന്നെ അങ്ങനെ അവരൊക്കെ ചെയ്യോ? മുത്തശ്ശി പറയാണ് ഇതെല്ലാം അവരൊരു നാടകമാണെങ്കിലോ എന്ന് പറയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ എന്നെ പറ്റിക്കാനുള്ള ഭാവമെങ്കിൽ തന്തയും തള്ളയും മോളും കൂടി ജയിലിൽ ഇനിയുള്ള കാലം ജീവിക്കേണ്ടി വരുമെന്ന് പറയാണ്. നയനെ പറയുന്നുണ്ട് എന്ത് ചെയ്താലും നമ്മൾ സൂക്ഷിച്ചും കണ്ടേ ചെയ്യാറുള്ളൂ. നമ്മുടെ അനിയുടെ ജീവിതമാണ് ഇപ്പൊ ആ കുട്ടിയുടെ കയ്യിലിരിക്കുന്നത് എന്ന് പറയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തൊക്കെ ആയാലും നിന്നെ മാതൃഷ്ണയെ മാത്രമേ ഞാൻ കുറ്റം പറയുള്ളൂ. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോ തന്നെ എന്നെ ഒന്ന് അറിയിച്ചുടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നന്ദുമോളായിരുന്നേനെ ഈ വീട്ടിലെ മരുമകളായിട്ട് നിന്നേനെ. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു പറയാണ്. നവി പറയാണ് മുത്തശ്ശ അത് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ 2 പേരെ അമ്മായിമ്മമാരും പോരാത്തിന് ചെറിയമ്മയും ഞങ്ങളുടെ കൂടെ ഇറങ്ങി നിൽക്കാണ്. നന്ദു ഞങ്ങളോട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറമായനെ കാര്യങ്ങള്. നന്ദുവും കൂടി ഞങ്ങളുടെ കൂടെ കിടന്ന് അനുഭവിക്കേണ്ടി വന്നേനെ. ഇപ്പൊ ഞങ്ങൾ രണ്ടിനും മാത്രം അനുഭവിച്ചാൽ മതിയല്ലോ. അവക്ക് നന്ദുവിനെ അനീനെ നഷ്ടപ്പെട്ടൊരു വേദനയല്ലേ ഉള്ളൂ. അത് സാരമില്ല, അത് മാറിക്കൊള്ളുന്ന് പറയാണ്. മുത്തശ്ശി പറയുന്നുണ്ട് പിന്നെ പുരോഹിതൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. എന്ത് കാര്യം? അല്ല, നമ്മുടെ അനിമോന് 2 വിവാഹം ഉണ്ടെന്ന്. 2 വിവാഹോ? താൻ എന്താണ് പറയുന്നേ? അതെ, പുരോഹിതൻ എന്നോട് പറഞ്ഞിരുന്നു. വിവാഹത്തിന് മുന്നേ തന്നെ ജാതകം കൊണ്ട് പോയപ്പോ നമ്മുടെ അനിമോന്റെ ജാതകത്തില് അങ്ങനെ ദോഷമുണ്ടെന്നും അവന് 2 വിവാഹം കഴിക്കേണ്ടി വരുമെന്നും പറഞ്ഞതാ. അങ്ങനെ ഞാൻ പൂജാരി അടുത്ത് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു വാഴക്കല്യാണം നടത്തിയാൽ മതിയെന്ന്. അങ്ങനെ ഒരു പരിഹാരം പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ വാഴക്കല്യാണം നടത്തി. എന്നാൽ വാഴക്കല്യാണത്തിന് ശേഷവും പുരോഹിതൻ വന്നിട്ട് ഞങ്ങളെ വഴക്കു പറഞ്ഞു. അതുപോലെ തന്നെ പൂജാരിയെ വഴക്കു പറഞ്ഞു. വാഴക്കല്യാണത്തിന് നിമിത്തങ്ങൾ നോക്കണമെന്നും ഇതൊരിക്കലും ഒരു പരിഹാരമാവില്ല എന്നും ആ പയ്യന്റെ ജീവിതം ഇപ്പൊ തുലാസിലാണെന്നും തീർച്ചയായും 2ാമത്തെ വിവാഹം കഴിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്ന് പറയാണ്. മുത്തശ്ശി പറയുന്നുണ്ട് അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവന്റെ മനസ്സില് ആഴത്തിലുള്ള ഒരു പ്രണയം കൂടി കാണുന്നുണ്ട്. ആ പ്രണയമായിരിക്കും 2ാമത് സാക്ഷാത്കരിക്കാൻ പോകുന്നതെന്നും കൂടി മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നിൽക്കില്ലല്ലോടോ. നമ്മുടെ തറവാട്ടിൽ ഇന്നേ വരെ ഒരു ഡിവോഴ്സോ 2ാമതൊരു വിവാഹമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ കൊച്ചുമക്കളായിട്ട് അത് തെറ്റിക്കുമെന്ന് ചോദിക്കാണ്. മുത്തശ്ശി പറയാണ് ജാതകത്തിലുണ്ടെന്ന് പുരോഹിതൻ പറഞ്ഞാ പിന്നെ അത് അച്ചിട്ടല്ലേ, അത് മാറും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട് അതില്ലടോ എന്നെനിക്ക് ഉറപ്പാ. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാ അത് പറഞ്ഞതാ, അത് അച്ചട്ടാ. ഇത്രയും വർഷങ്ങളായിട്ട് 10-70 വർഷമായിട്ട് അദ്ദേഹത്തെ എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് പോലും ഇന്നേവരെ മാറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ. അങ്ങനെയാണെങ്കിൽ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട മക്കളെ. ഈ അനാമികയുടെയും അച്ഛന്റെ അമ്മയുടെയും സ്വഭാവമൊക്കെ മോശമാണ്. അവര് ഫ്രോഡാണെന്നുണ്ടെങ്കിൽ അവരനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് തന്നെയാണ് നല്ലത്. അവളെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം അറിയുമ്പം അവളുടെ അമ്മായിമ്മയും നിങ്ങളുടെ അമ്മായിമാരും ഒക്കെ നേരാ വഴിക്ക് ചിന്തിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ നന്ദുവിനെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്ന് മുത്തശ്ശൻ പറയാണ്. നവീനായനെ മുഖത്തോട് മുഖം നോക്കാണ്. മുത്തശ്ശൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞേന്ന്? മുത്തശ്ശ, നമുക്ക് നമ്മുടെ അനിയുടെ ജീവിതമല്ലേ വലുത്. ഒരിക്കലും അവർ തമ്മിൽ പിരിയാതിരിക്കാനല്ലേ ശ്രദ്ധിക്കേണ്ടത്. നന്ദുവിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അനാമികയും അനിയും കൂടി എങ്ങനെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണം. ഞങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ. അനിയുടെ ജീവിതം ഞങ്ങൾ കാരണം മോശമാവല്ലെന്ന് പറയാണ്. മുത്തശ്ശൻ പറയാണ് എന്റെ മക്കളെ, പുരോഹിതൻ അങ്ങനെ ഒരു നിമിത്തവും അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കാനില്ല. നിങ്ങളുടെ സംശയം പോലെ തന്നെ അനാമിക പക്ക ഒരു ഫ്രോഡായിരിക്കും. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഞാനിപ്പോ ചെറിയൊരു അസുഖം ബാധിച്ച് വീട്ടിലാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ആർക്കും എന്നെ പറ്റിക്കാനൊന്നും സാധിക്കില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടി തന്നെയാ. എന്റെ പാത പിന്തുടർന്നു വരുന്നവനാണ് ആദർശ്. ഇപ്പൊ അവൻ ഇച്ചിരി പക്വത കുറവാണെങ്കിലും പോകെ പോകെ അതൊക്കെ ശരിയായിക്കോളും. ഞാനവന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നോണ്ടാണ് അവൻ ഇപ്പൊ ആ പക്വത കാണിക്കാത്തത്. ഞാനില്ലാതായ പിന്നെ അവനായിരിക്കും എല്ലാത്തിനും കാരണം എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കാണ് എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? അങ്ങനെയൊന്നും പറയില്ലേന്ന്. നയനെ നവിയും പറയാണ് അതേ മുത്തശ്ശ, അങ്ങനെയൊന്നും പറയരുത്. മുത്തശ്ശനാണ് ഈ വീടിന്റെ വിളക്ക്, ഈ വീടിന്റെ സ്പന്ദനം പോലും മുത്തശ്ശനാ. മുത്തശ്ശന്റെ ഒരു ശബ്ദത്തിൽ തന്നെ എല്ലാവരും ഒതുങ്ങുന്നത് കണ്ടിട്ടില്ലേ മുത്തശ്ശൻ? അതല്ലാതെ മറ്റാരും ഇവിടെ മറ്റൊരാളുടെ വാക്കിനും അനുസരിക്കില്ല. മുത്തശ്ശൻ പോയപ്പോ തന്നെ മുത്തശ്ശിയുടെ കാര്യം അങ്ങനെ ആയിരുന്നു.
മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, സത്യം മക്കള് പറഞ്ഞത്. ദേവ്യാനിയും ജലജയും ജാനകി സഹിതം എന്നോട് ചൂടാവായിരുന്നു. അമ്മ ഇതിലൊന്നും ഇടപെടണ്ട, അമ്മ മാറി നിൽക്കാൻ കുറെ തവണ എന്നോട് പറഞ്ഞു. ഞാൻ പോലും വിഷമിച്ച് മാറിയാ നിന്നത്. എന്റെ തല പോലും അവർ മുമ്പിൽ താണുപോയി. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളാണ് ഈ വീടിന്റെ എല്ലാം എന്ന്. നിങ്ങളുടെ ഈ തിരി അവസാനിച്ച പിന്നെ ഈ തിരിയും ഉണ്ടാവില്ല എന്ന് മുത്തശ്ശി പറയാണ്. നവി പറയുന്നുണ്ട്, നിങ്ങളെ രണ്ടുപേരുടെയും ഇത്രയും പ്രായമായിട്ടും ഈ ഒരു സ്നേഹം കാണുമ്പം എനിക്ക് കൊതി തോന്നുക. പണ്ടൊക്കെ കാശാണ്, ആഡംബരമാണ് വലുതെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നേ. പക്ഷെ ഇവിടെ വന്ന് അബിയെ വിവാഹം കഴിച്ച് കുറച്ചു കാലം കൂടെ എനിക്ക് മനസ്സിലായി, പണമല്ല എല്ലാത്തിലും വലുത് സ്നേഹമാണ്. സ്നേഹവും പരസ്പരമുള്ള വിശ്വാസവും ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കത് അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല മുത്തശ്ശ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നയനയുടെ കാര്യത്തിൽ എനിക്ക് സമാധാനമായി. അവളെ ആദർശേട്ടൻ ഇപ്പൊ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, നവിയെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അബിയുടെ മനസ്സിലേക്ക് ചെറുപ്പകാലം തൊട്ടേ വിഷം കുത്തിവെച്ചത് അവന്റെ അമ്മയാ. അവന്റെ അമ്മയുടെ പിടിയിൽ നിന്നും അവൻ മാറി അവന്റെ സ്വഭാവം നിന്റേതായ രീതിക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതം ഇതുപോലെ തന്നെ നന്നായിരിക്കും. അതുകൊണ്ട് മോൾ ആത്മാർത്ഥത്തോടെ പരിശ്രമിക്ക്, അബിയുടെ ജീവിതമൊക്കെ നന്നാകുമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ നവ്യ നായനെയും അവിടുന്ന് പോവാണ്. ഈ സമയത്ത് മുത്തശ്ശിയോട് പറയാണ്, കുട്ടികൾ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് എടുക്കണം. ഇപ്പൊ നവ്യയുടെ സ്വഭാവം കണ്ടില്ലേ, നല്ല മാറ്റമുണ്ട്. തിരിച്ചറിവാണ് ഒരാൾക്ക് ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. നവ്യ ഇപ്പം എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വത്തും പണവും ഒന്നുമല്ല വലിയ കാര്യം, സമാധാനമാണെന്നുള്ള കാര്യം ആ കുട്ടി മനസ്സിലാക്കി. അപ്പോൾ തന്നെ ഈ തറവാട്ടിൽ നിൽക്കാനുള്ള യോഗ്യത ആ കുട്ടിക്കായി. നയനും നവ്യയുമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് കിട്ടിയ ഏറ്റവും നല്ല മണിരത്നങ്ങളെന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, എന്തായാലും ആ അനാമയെ കുറിച്ച് അന്വേഷിക്കണം. അങ്ങനെ നമ്മളെ എല്ലാവരും മന്ദബുദ്ധികളാക്കിക്കൊണ്ട് അവളവളുടെ അച്ഛനമ്മയും ഇവിടെ വിലസണ്ട. അവര് വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളാണ് മനപ്പുറം ഉണ്ടാക്കുന്നറിയാമോ? നയനയുടെ വീട്ടിൽ നിന്നും പലഹാരപ്പൊതി കൊണ്ടുവന്നപ്പോ അവളുടെ അമ്മ ചോദിക്കുക, ഇതൊക്കെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമോന്ന്. ആദർശ് അപ്പൊ തന്നെ നല്ല മറുപടി കൊടുത്തു, വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്ന്. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അപ്പൊ തന്നെ മനസ്സിലാകില്ലേ അവർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന്. അത് മാത്രമല്ല, എന്തെങ്കിലും തുമ്മിയ തെറിച്ചൊരു കാര്യം ഉണ്ടായപ്പോലും അപ്പൊ തന്നെ അവരുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് പോരുക. അവർ അച്ഛന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നേ. അപ്പൊ തന്നെ കെട്ടുകിടക്കയായിട്ട് രണ്ടുപേരും ഇങ്ങോട്ട് പോരും. എന്നിട്ട് ഇവിടെ വന്ന പ്രശ്നങ്ങളാ. ദേവ്യാനിയെ ചൂടുപിടിപ്പിച്ച് നയനെ ഓർന്നൊക്കെ പറയും. അന്ന് തന്നെ എല്ലാവരും മുമ്പിൽ വെച്ച് ദേവ്യാനി നയയുടെ കരണത്ത് അടിച്ച് നിങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കാണ്. ഞാൻ അറിഞ്ഞു, എന്നോട് അത് ജയൻ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ അതിലൊന്നും ഇടപെടാതെ നിൽക്കുന്നതാണ്. ദേവ്യാനി എവിടം വരെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ. ദേവ്യാനിക്കും തിരിച്ചറിവിന്റെ നാളുകളാണ് ഇനി. അനാമിക എന്താണെന്നുള്ള കാര്യം ദേവ്യാനിനെ നേരിട്ടറിയണം. എങ്കിൽ മാത്രമേ ദേവ്യാനിക്ക് അതിന്റെ ഒരു ചൂടും ശുഷ്കാന്തിയൊക്കെ ഉണ്ടാവുള്ളൂ. അവള് മനസ്സിലാക്കണം എന്താണ് അവൾ ഇത്രയും കാലം സ്നേഹിച്ച മരുമകളെന്നും അവളെ സ്നേഹിക്കാതെ തള്ളി മാറ്റി നിർത്തിയ മരുമകൾ എന്നുള്ള കാര്യം അവള് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ദേവ്യാനിക്ക് ഇനിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് മുത്തശ്ശൻ പറയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ സംഭവിക്കുമോ? അതൊക്കെ തീർച്ചയായിട്ടും സംഭവിക്കും. താൻ കണ്ടോ, ദേവ്യാനിക്കായിരിക്കും ആദ്യം മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. നയനയാണ് തനിക്ക് പെർഫെക്റ്റ് എന്നുള്ള കാര്യം ദേവ്യാനി മനസ്സിലാക്കും. തന്റെ മകനും പറ്റിയ ജീവിത പങ്കാളി അവളാണെന്നുള്ള കാര്യവും മനസ്സിലാക്കും. അതുപോലെ തന്നെ ആ പാവം ഗോവിന്ദനും കനവൊക്കെയാണ് നല്ലതെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കും. അതിന് അത്ര ദൂരമൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയാണ്, നമുക്ക് പുരോഹിതനെ പോയിന്ന് കണ്ടാലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാ ശരി, വൈകിപ്പിക്കണ്ട, താൻ വാ, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ വണ്ടിയൊക്കെ ആയിട്ട് പുരോഹിതന്റെ അടുത്തേക്ക് പോവാണ്. മുത്തശ്ശിനെ കണ്ടപാടെ പുരോഹിതൻ പറയാണ്, നിങ്ങളുടെ വരവിനായിട്ട് ഞാൻ കാത്തിരിക്കായിരുന്നു. ഞാൻ പ്രശ്നത്തിൽ കണ്ടു താങ്കളുടെ അസുഖമൊക്കെ മാറിയെന്നുള്ള കാര്യം. താങ്കളിപ്പോ പൂർണ്ണ ആരോഗ്യവാനാ. താങ്കൾ മരിക്കാതൊന്നും ഓർത്ത് ഇപ്പോഴേ വേവലാതിപ്പെടണ്ട. ഇപ്പോഴൊന്നും ദൈവം അങ്ങോട്ടേക്ക് വിളിക്കില്ല കേട്ടോ. അതെന്താടോ അങ്ങനെ പറഞ്ഞത്? നല്ല മനുഷ്യന് ദൈവം പെട്ടെന്ന് വിളിക്കുന്നതാണോ? ഞാൻ ചീത്തയാനാണോ? അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ പ്രസൻസ് ഇപ്പോഴും ഇവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാ ദൈവം ഇപ്പോഴൊന്നും നിങ്ങളെ വിളിക്കാതെ എന്ന് പുരോഹിതൻ പറഞ്ഞ് ചിരിക്കാണ്. എന്നിട്ട് രണ്ടുപേരോടൊന്നും ഇരിക്കാൻ പുരോഹിതൻ പറയുന്നുണ്ട്. മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഈ അനിയുടെ വിവാഹത്തിന് മുമ്പേ തന്നെ അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അമ്മയൊന്നും അത് വിലയെടുത്തില്ല. ഇവരൊന്നും അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചുകൂടിയില്ല. ആ പെൺകുട്ടിയുടെ ജാതകം ഞാൻ വെച്ച് നോക്കിയപ്പോൾ അവരുടെ രീതികളൊന്നും അത്രയ്ക്ക് പൊരുത്തപ്പെട്ടു പോകുന്നതല്ല നമ്മുടെ കുടുംബമായിട്ട് എന്ന് പുരോഹിതൻ പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, എന്താ അതിനെ കാണുമെന്നൊക്കെ ചോദിക്കാണ്. അല്ല, അവരുടെ ജീവിതത്തിലെ എന്തൊക്കെയോ പാകപ്പിഴകൾ കാണുന്നുണ്ട്. അവരുടെ 3 പേരുടെ മനസ്സ് നിറയെ കളങ്കാണ്. അനി വിവാഹം കഴിച്ച പെൺകുട്ടിയുടെയും അവരുടെ അച്ഛന്റെ അമ്മയുടെ മനസ്സ് നിറയെ കളങ്കം മാത്രമേ ഉള്ളൂ. ഒരല്പം പോലും അനിയോടോ ആ വീട്ടുകാരുടെ സ്നേഹമൊന്നുമില്ല. അത് മാത്രമല്ല, ഈ ബന്ധം അധികം നാൾ നീണ്ടുപോയില്ല. അവർക്ക് 3 പേർക്കും ഒരു ജയിൽവാസം കൂടി ഞാൻ കാണുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
മുത്തശ്ശി ചോദിക്കാണ്, താങ്കൾ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. കാരണം ആ പെൺകുട്ടിയും അച്ഛനമ്മയ്ക്ക് എന്തോ വലിയ തെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉടൻ തന്നെ പോലീസ് പിടിയിലാവാനും സാധ്യതയുണ്ട്. നമ്മുടെ അനിമോന്റെ ജീവിതം അത് തുലാസിലാവാനും സാധ്യതയുണ്ട്. അനിയുടെ ജീവിതത്തില് നല്ലൊരു പ്രണയം, ശക്തമായ പ്രണയം തന്നെ കാണുന്നുണ്ട്. അവന്റെ ജീവിതത്തിൽ രണ്ടാമതൊരു വിവാഹമുണ്ടെന്ന് പറഞ്ഞത് ആ പ്രണയിക്കുന്ന പെൺകുട്ടിയായിട്ടായിരിക്കുമെന്ന് പുരോഹിതൻ പറയാൻ കേട്ടോ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോയി, നമ്മൾ അടുത്ത വീഡിയോയുടെ പറയുന്നതായിരിക്കും കേട്ടോ.